തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊട്ടടുത്തായിട്ടൊരു റൂം സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഓയോ റൂമാണ് കിട്ടിയത്. ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ള റൂമാണ് നമ്മൾ നോക്കിയത്. കാരണം ഒരു രാത്രി താമസിക്കാനും പിറ്റേ ദിവസം നിർമ്മാല്യം തൊഴുതതിന് ശേഷം നേരെ കന്യാകുമാരി പോകാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു 1200 രൂപ താഴെ നമുക്കൊരു റൂം, 2 റൂമാണ് ബുക്ക് ചെയ്തത്. നടക്കാവുന്ന ദൂരത്തിൽ തന്നെ നമുക്ക് റൂം കിട്ടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത്. ഒരു ആവറേജ് വൃത്തിയായിരുന്നു. ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരുന്നില്ല, സ്റ്റെപ്പ് കയറി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ചാലാ ബസാറിൻ്റെ ആ ഭാഗത്തായിരുന്നു. പക്ഷേ ഒരു ദിവസം താമസിക്കാൻ വലിയ കുഴപ്പം തോന്നിയില്ല. AC ഉണ്ടായിരുന്നു, TV ഉണ്ടായിരുന്നു, ചൂടുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കന്യാകുമാരി പോയി വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അന്ന് അവിടെ താമസിക്കാമെന്ന് വെച്ച് അന്നും ഒരു റൂം നോക്കിയപ്പോൾ ഒരു ഓയോ റൂം തന്നെയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം ടൗൺഷിപ്പ് കാറ്റഗറിയിലുള്ള റൂമാണ് ബുക്ക് ചെയ്തത്. പക്ഷേ 1400 രൂപയിൽ തന്നെ നമുക്ക് ടാക്സ് അടക്കം ഒരു റൂം കിട്ടി. ഈ റൂമിൻ്റെ പ്രത്യേകത ഇതിന് കുറച്ചും കൂടി വൃത്തി കൂടുതലാണ്, കുറച്ചും കൂടി പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. നമുക്ക് ലിഫ്റ്റ് സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ റൂംസ് ആണെങ്കിലും ബാത്റൂം എല്ലാം ആണെങ്കിലും വൃത്തിയുണ്ടായിരുന്നു. നമ്മൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് ബുക്ക് ചെയ്ത റൂം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനടുത്ത് തന്നെ വേണം എന്നുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ റൂം ബുക്ക് ചെയ്തത്. കുറച്ച് ദൂരെ മാറിയിട്ട് നല്ല ഓയോ റൂംസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ തൊട്ടടുത്ത് വണ്ടിയൊന്നും എടുക്കാതെ നടക്കാവുന്ന ദൂരത്തിൽ റൂം കിട്ടണം എന്നുള്ളതുകൊണ്ട് ആ റൂം ബുക്ക് ചെയ്തത്. പക്ഷേ റൂമിന് കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ വലിയ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോഴും വലിയ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും നമുക്ക് തോന്നിയില്ല. കാരണം നമ്മളൊരു ജസ്റ്റ് ഒരു നൈറ്റ് മാത്രമേ ഇവിടെ താമസിച്ചുള്ളൂ. നേരത്തെ പോവുകയും ചെയ്തു. വൃത്തി അല്പം കുറവാണ്. പിന്നെ സർവീസും ഒരു നമുക്കത്ര വിചാരിച്ച പോലെ അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ ബുക്ക് ചെയ്ത റൂം എന്ന് പറഞ്ഞാൽ ഫാർ ബെറ്റർ ആയിരുന്നു. റേറ്റ് കുറവായിരുന്നു, അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു, വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ പുതിയ നിയമസഭാ മന്ദിരത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ റൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ബഡ്ജറ്റ് റൂം നോക്കുന്ന ആളുകൾക്ക് ഓയോ റൂം സെലക്ട് ചെയ്യാവുന്നതാണ്.